ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഏത് പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പഴശ്ശിരാജ അല്ലേ? നമ്മൾ അവസാന പാഠമാണ് പഴശ്ശിരാജ. ബാക്കി പാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. പരീക്ഷയ്ക്ക് എല്ലാവരും റെഡി ആയിരിക്കുകയാണ് അല്ലേ? പരീക്ഷയ്ക്ക് നമ്മൾ ആദ്യ ഭാഗം കൂടി പരീക്ഷയ്ക്ക് ഉണ്ടാകും. അവസാന പാഠം പഴശ്ശിരാജയാണ്. അതിൽ അർത്ഥവും വിപരീതമൊക്കെ പഠിച്ചു. അർത്ഥം വേഗം പഠിച്ചത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണെന്ന് ചോദിച്ചു നോക്കട്ടെ. അർത്ഥത്തിലെ കോവിലകം, കോവിലകം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? കൊട്ടാരം. കോവിലകം കൊട്ടാരം. പോരാളി എന്താണ്? ഭടൻ. ഉദ്ദേശം ഏകദേശം. ശക്തൻ വിപരീതം എന്താണ്? അശക്തൻ. ശക്തൻ അശക്തൻ. ഉഗ്രം ശാന്തം. പര്യായങ്ങൾ. രാജാവ് പര്യായം എന്താണ്? രാജാവിന്റെ പര്യായ പദം വരുന്നത് ഏതൊക്കെയാണ്? നൃപൻ മന്നൻ. നൃപൻ മന്നൻ. യുദ്ധം പര്യായം രണം അംഗം. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എതിർലിംഗമാണ്. എതിർലിംഗവും ഒറ്റപ്പദവും ഉത്തരമേതുവും നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുണ്ട്. അല്ല, എതിർലിംഗം ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കൂ. എതിർലിംഗം വീരൻ. വീരൻ എന്ന പദത്തിന്റെ എതിർലിംഗം എന്താണ്? വീര. എളുപ്പമാണ് എന്നുള്ളത് എഴുതണ്ട. വീരൻ വീര. ശക്തൻ. ശക്തൻ എന്റെ എതിർലിംഗം ശക്ത. അടുത്ത പദം രാജാവ്. രാജാവ് എന്നതിന്റെ എതിർലിംഗം രാജ്ഞി. രാജാവ് രാജ്ഞി. അപ്പൊ നമ്മൾ 3 എതിർലിംഗം പഠിച്ചു. ഇനി ഒറ്റപ്പദമാണ് രാജ്യം ഭരിക്കുന്നവൻ. രാജ്യം ഭരിക്കുന്നവൻ രാജാവ്. രാജാവ്. എളുപ്പമാണ്. നമ്മൾ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞത്? ഒറ്റപ്പദം പഠിച്ചു, എതിർലിംഗവും പഠിച്ചു. ഇനി ഉത്തരം എഴുതുകയാണ്. എല്ലാവരും ഉത്തരം എഴുതുന്ന നോട്ട്ബുക്കിൽ ഉത്തരം എഴുതുകെടുക്കും. വായിക്കുമ്പോൾ ഒപ്പം വായിക്കണം, ആൻസറും പറയാൻ ശ്രമിക്കണം. കോട്ടയം കോവിലകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം കോവിലകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തലശ്ശേരിയിൽ നിന്ന് ഏകദേശം 8 മൈൽ വടക്ക് കിഴക്കാണ് കോട്ടയം കോവിലകം സ്ഥിതി ചെയ്യുന്നത്. തലശ്ശേരിയിൽ നിന്ന് ഏകദേശം 8 മൈൽ വടക്ക് കിഴക്കാണ് കോട്ടയം കോവിലകം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പഴശ്ശിക്കോട്ടയുടെ ഇപ്പോഴത്തെ പേരെന്ത്? എന്താ പേര്? കോലോത്തുകുന്ന്. എന്താ പേര്? കോലോത്തുകുന്ന്. പഴശ്ശിരാജാവിന്റെ സഹായികൾ ആരായിരുന്നു? പഴശ്ശിരാജാവിന്റെ സഹായികൾ ആരെല്ലാമായിരുന്നു? 3 ആളുടെ പേരാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കുറെ ആൾക്കാരുണ്ട്, പ്രധാനപ്പെട്ട 3 ആൾക്കാർ. ആരൊക്കെയാ? കൈതേരി അമ്പു നായർ, തലയ്ക്കൽ ചന്തു, ഇടച്ചേന കുങ്കൻ നായർ. ക്ലിയറായി? ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. കൈതേരി അമ്പു നായർ, തലയ്ക്കൽ ചന്തു, ഇടച്ചേന കുങ്കൻ നായർ. അടുത്ത ചോദ്യം, പഴശ്ശിയെ എതിർത്തവരിൽ പ്രമുഖൻ ആരാണ്? പഴശ്ശിയെ എതിർത്തിൽ പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാരന്റെ പേര് പറയുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രഭുവാണ്. നേരെ പേരെന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ്? ഇംഗ്ലീഷ് പ്രഭുവായ വെല്ലസ്ലിയാണ് പഴശ്ശിയെ എതിർത്തവരിൽ പ്രമുഖൻ. വൺ വേർഡ് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ വെല്ലസ്ലി പ്രഭു എന്ന് മാത്രം എഴുതിയാൽ മതി. ഉത്തരം എഴുതുന്നതിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഈ ആൻസർ എഴുതിയേക്കണം. ഇംഗ്ലീഷ് പ്രഭുവായ വെല്ലസ്ലിയാണ് പഴശ്ശിയെ എതിർത്തവരിൽ പ്രമുഖൻ. അടുത്ത ചോദ്യം, പഴശ്ശി രാജാവ് വീരചർമ്മം പ്രാപിച്ചത് എന്ന്? 1805 നവംബർ 30. 1805 നവംബർ 30 പഴശ്ശിരാജ വീരചർമ്മം പ്രാപിച്ചത്. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞു? അർത്ഥം പഠിച്ചു. അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാണ്. ഒന്നുകൂടി മാം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അർത്ഥവും വിപരീതം പിരിച്ചെഴുതുക, എതിർലിംഗം, ഒറ്റപദം, ഉത്തരം എഴുതുക. ഇത്രയും ഭാഗം നമ്മൾ ആ പാഠഭാഗത്തെ പഠിച്ചു. അപ്പോൾ പാഠഭാഗം മുഴുവനായിട്ടും പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും റഫ് ബുക്കിൽ ഇത് 3 ടൈംസ് എഴുതി പഠിക്കണം. പാഠം ഭാഗം വായിക്കും. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം കേട്ടോ.
നമ്മുടെ കോപ്പി ബുക്ക് ഉണ്ട്, അത് കംപ്ലീറ്റ് ആക്കുക കൂടി ചെയ്യണം. അപ്പോൾ ഈ പാഠം അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.